കൈരളി ഈ ഘട്ടത്തിൽ പുറത്തു കൊണ്ടുവന്ന ആ വലിയ വാർത്തയുടെ വിവരങ്ങളിലേക്ക് തന്നെ പോകാം. അനന്തു ഷോക്കേറ്റ് മരിക്കുന്ന സമയത്ത് പ്രതി വിനീഷ് തൊട്ടടുത്തുണ്ടായിരുന്നിട്ടും രക്ഷിക്കാൻ ശ്രമിച്ചില്ല. രക്ഷപ്പെടാനായി വീട്ടുകാരോട് പണവും വസ്ത്രവും ഒക്കെ തയ്യാറാക്കാനാണ് പ്രതി ആവശ്യപ്പെട്ടത്. ആ നിർണായക വിവരമാണ് കൈരളി ന്യൂസ് ഇതാ പുറത്തുവിടുന്നത്. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ശരത്ചന്ദ്രൻ ഈ ഘട്ടത്തിൽ ചേരുകയാണ്. അവിടെ നിന്നും ശരത്ചന്ദ്രൻ, വളരെ ഗൗരവമായ സാഹചര്യമാണ് പുറത്തേക്കെത്തുന്നത്. അനന്തു ഷോക്കേറ്റ് മരിക്കുന്നതിന് കാരണക്കാരൻ അത് മനഃപൂർവ്വമായി ഉള്ള ഒരു നരഹത്യയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു. അയാൾ ആ സമയത്ത് മാറി നിൽപ്പുണ്ടായിരുന്നു, ആ കുഞ്ഞ് പിടയ്ക്കുന്നത് കണ്ടുകൊണ്ട്. ആ വിവരങ്ങളാണ്. അയാൾ ആരെയാണ് അതിനുശേഷം ബന്ധപ്പെട്ടത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നുള്ള അയാളുടെ രാഷ്ട്രീയ ബന്ധമൊക്കെ പുറത്തെത്തുന്ന ഒരു ഘട്ടത്തിൽ വഴിക്കടവ് പഞ്ചായത്തിൽ അനന്തു എന്ന 15-കാരൻ പന്നിയെ പിടികൂടാൻ വെച്ച വൈദ്യുതി മോഷ്ടിച്ച് പ്രതി വിനേഷ് തയ്യാറാക്കി വെച്ച കെണിയിൽ പിടഞ്ഞ് അതിൽപ്പെട്ട് പിടഞ്ഞാണ് അനന്തു എന്ന 15-കാരൻ മരണപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം കേരള പോലീസിൽ നിന്ന് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. ക്രൈംബ്രാഞ്ച് അന്വേഷണം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് കൈരളി ന്യൂസ് വെളിപ്പെടുത്തിയത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, അനന്തു ഷോക്കേറ്റ് മരിക്കുന്ന സമയം അനന്തുവിൻ്റെ മറ്റു കൂട്ടുകാർ ഷോക്കേറ്റ് പിടയുന്ന സമയത്ത് ഇതിന് തൊട്ടടുത്തുള്ള പറമ്പിൽ പ്രതി വിനേഷ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അയാൾ ഇതൊക്കെ കണ്ടുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. ഇവരെ രക്ഷിക്കാൻ, ഈ കുട്ടികളെ രക്ഷിക്കാൻ ഒന്നും അയാൾ ചെയ്തില്ല എന്ന ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന പ്രധാനപ്പെട്ട വിവരമാണ് പ്രതിയെ പിടികൂടിയതിൽ നിന്നും പ്രതിയുടെ മൊഴിയിൽ നിന്നടക്കം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം തന്നെയാണ്. കാരണം മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് കൺമുമ്പിൽ താൻ സൃഷ്ടിച്ച ഒരു കെണിയിൽ, കാട്ടുപന്നികൾക്കായി വെച്ച കെണിയിൽ, നിയമവിരുദ്ധമായി വൈദ്യുതി മോഷ്ടിച്ച് തയ്യാറാക്കി വെച്ച ആ കെണിയിൽപ്പെട്ട് മനുഷ്യജീവൻ പിടയുമ്പോൾ ഒന്ന് രക്ഷിക്കാൻ, ആളുകളെ വിളിച്ചുകൂട്ടാൻ ഒന്നും തയ്യാറാകാതെ അവരെ മരണത്തിലേക്ക് തള്ളിവിട്ട ഗുരുതരമായ കുറ്റകൃത്യം കൂടി പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്ന് വെളിപ്പെടുന്ന ഒരു സാഹചര്യമാണിത്. ആ വിവരമാണ് അന്വേഷണ സംഘത്തിന് ഈ പ്രതിയുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, ഇതേ പറമ്പിലിരുന്നു കൊണ്ട് അയാൾ ഇതേ തുടർന്ന് തീരുമാനിച്ചത് ഒളിവിൽ പോകാനായിരുന്നു. ഈ കുട്ടികളെ രക്ഷിക്കാനല്ല, മറിച്ച് ഒളിവിൽ പോകാനായിരുന്നു. അതിനയാൾ വീട്ടിലേക്ക് വിളിച്ചിട്ട് പണവും വസ്ത്രങ്ങളും തയ്യാറാക്കി വെക്കാൻ പറഞ്ഞു. അതേസമയം തന്നെ അയാളുടെ ഫോണിൽ നിന്ന് മറ്റു ചില വ്യക്തികളിലേക്കുമൊക്കെ ഫോൺ കോളുകൾ പോയിട്ടുണ്ട്. അന്വേഷണ സംഘം ആ ഫോൺ രേഖകളാകെ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് മനസ്സിലാവുന്നൊരു നിർദ്ദേശം അല്ലെങ്കിൽ ഉപദേശം ഈ പ്രതിക്ക് ലഭിച്ചത് ഒളിവിൽ പോകാനുള്ളതായിരുന്നു. അതിൽ അല്പം ഗൗരവമുള്ള രാഷ്ട്രീയം കൂടി കലർന്നിട്ടുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽപ്പെട്ട പ്രദേശമാണ്, നിയോജക മണ്ഡലത്തിൽപ്പെട്ട പ്രദേശമാണ് വഴിക്കടവ് പഞ്ചായത്ത്. ആ പ്രദേശത്തെ ആളാണ്, കോൺഗ്രസ് പ്രവർത്തകനായ പ്രതിയാണ്. പിടിക്കപ്പെടുന്നത് ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും, വലിയ രാഷ്ട്രീയ അപകടമുണ്ടാകും എന്ന് സ്വാഭാവികമായും തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം. ഒളിവിൽ പോകണം എന്ന നിർദ്ദേശവും അല്ലെങ്കിൽ അത്തരം അഭിപ്രായങ്ങളും ഒക്കെ വന്ന ഫോൺ വിളികൾ കൂടി ഈ സമയത്ത് പ്രതിയുടെ ഫോണിൽ സംഭവിച്ചിട്ടുണ്ട് എന്നും അന്വേഷണ സംഘം മനസ്സിലാക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ, ആ രീതിയിലാണ് പ്രതി അവിടെ നിന്നും ഒളിവിൽ പോകാൻ തുനിഞ്ഞത്. പക്ഷേ ആ പ്ലാൻ പൊളിഞ്ഞത് പോലീസിൻ്റെ അവസരോചിതമായ ഇടപെടൽ കൊണ്ടാണ്. പോലീസ് ആ സമയത്ത് അയാളെ പിടികൂടുകയായിരുന്നു. മുഖ്യപ്രതി പിടിയിലായി. അയാളുടെ സഹായികളെ പിന്നീട് പിടിക്കുകയും ചോദ്യം ചെയ്തതുമൊക്കെ വാർത്തകളിൽ വന്നിട്ടുള്ളതാണ്. അങ്ങനെ മുഖ്യപ്രതി പിടിയിലായ സാഹചര്യമുണ്ട്. അത് വലിയൊരു ആശയക്കുഴപ്പം. ഒരുപക്ഷെ അയാൾ പിടിയിലായ വിവരം അറിഞ്ഞിട്ടുണ്ടാകാം, മറ്റുള്ളവർ അറിഞ്ഞിട്ടില്ല. പോലീസ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നില്ല. പൊടുന്നനവേ രാത്രിയിൽ ഈ വിവരം വന്ന ഉടൻ തന്നെ കോൺഗ്രസ് പാർട്ടി നിലമ്പൂരിൽ ചെയ്തത് എന്താണ് എന്നതുകൂടി നമ്മൾ നോക്കണം. ഇത് സ്റ്റേറ്റ് സ്പോൺസേഡ് കൊലപാതകമാണ് എന്ന ഒരു ആഖ്യാനത്തിലേക്ക്, എന്നൊരു നിലപാടിലേക്ക് ആ രാത്രിയിൽ മറ്റ് വിവരങ്ങൾ അറിയും മുമ്പ് തന്നെ കോൺഗ്രസ് നിലമ്പൂരിലെത്തി. കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാലയും, അതുപോലെ നിലമ്പൂരിലുണ്ടായിരുന്ന കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ ജ്യോതികുമാർ ചാമക്കാലയും, അതുപോലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തുമൊക്കെ ആ നിലയിലേക്ക് ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് വഴിതടഞ്ഞ് ഇതിനെ ഒരു സമരത്തെ, ഇങ്ങനെ എല്ലാവരും ഞെട്ടി നിൽക്കുന്ന ഒരു സമയമാണ് ഒരു 15-കാരൻ്റെ മരണം, മറ്റു കുട്ടികൾ ആശുപത്രിയിൽ. അപ്പോൾ അതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി രാത്രിയിൽ തന്നെ സമരം ചെയ്യാൻ ഇറങ്ങിത്തിരിച്ചതും ഒക്കെയാണ് കണ്ടത്. എന്നാൽ മെല്ലെ ഇന്ന് രാവിലെ ഈ വിവരങ്ങൾ പലതും പുറത്തു വരാൻ തുടങ്ങി. അതായത് ഇന്ന് വന്ന ആദ്യത്തെ വിവരം പ്രതി പിടിക്കപ്പെട്ടു എന്നുള്ളതാണ്. ആ പിടിക്കപ്പെട്ട പ്രതിയുടെ രാഷ്ട്രീയ പശ്ചാത്തലം പുറത്തു വന്നു, അയാളുടെ കോൺഗ്രസ് ബന്ധം പുറത്തു വന്നു. നാട്ടുകാർ ഓരോരുത്തരും ഇയാൾ ഇത് ആദ്യമായി ചെയ്യുന്നതല്ല എന്നും, ഇയാളുടെ പണി ഇതാണെന്നും, ഇയാൾ കൃഷിക്കാരനല്ലെന്നും, ഇയാൾ നായാട്ടുകാരനാണെന്നും, ഇയാൾ ഇങ്ങനെ കെണിവെച്ച് വൈദ്യുതി മോഷ്ടിച്ച് കെണിവെച്ച് കാട്ടുപന്നികളെ കൊന്ന് അത് വിറ്റ്, ആ മാംസം വിറ്റ് പണമുണ്ടാക്കുന്നയാളാണ് എന്ന വിവരവും പുറത്തു വന്നു. നാട്ടുകാരൊക്കെയും ഇത് പറയാൻ തുടങ്ങി. വൈദ്യുതി വേലികൾ എങ്ങനെയാണ് എന്നുള്ളത് ആളുകൾ പറയാൻ തുടങ്ങി. അത് പൂർണ്ണമായ ഒരു പ്രദേശത്തെ കവർ ചെയ്ത് സംരക്ഷിച്ച് നിർത്താൻ വേണ്ടിയുള്ളതാണ്. അല്ലാതെ ഇത് ഇടവിട്ട ഇടങ്ങളിൽ വൈദ്യുതി മോഷ്ടിച്ചെടുത്ത് കമ്പികൾ കുരുക്കിയിടുന്നതല്ല ഈ വൈദ്യുതി വേലികളെന്നും, ഇത് കൃത്യമായ കെണിയാണെന്നും, അങ്ങനെ ആ കെണിയിൽ കുരുങ്ങിയാണ് ഒരു 15-കാരൻ്റെ ജീവൻ നഷ്ടമായത് എന്നും നാട്ടുകാർ തുറന്നു പറയുന്ന സാഹചര്യമുണ്ടായി.